ഹലോ കുട്ടീസ്, അപ്പത്തി ഇന്ന് ഡ്യൂട്ടി കഴിയുന്നൊക്കെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ. അപ്പത്തി നേരെ ചായ ഇടാൻ കേട്ടോ കയറിയത്. ഈ ഒരു കപ്പ് ചായ കുടിച്ചാണ്ടല്ലോ എനിക്ക് കുറെ നേരത്തേക്ക് വിശക്കത്തില്ല കേട്ടോ. പിന്നെ തന്റെ ഈ ചായപ്രേമികളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇങ്ങനെ അഡിക്ഷൻ ആവരുത് കേട്ടോ എന്നെ പോലെ. ഞാനാണെങ്കിൽ ചോറ് പോലും കഴിക്കാറില്ല കേട്ടോ ഈ ചായ കുടി കാരണം. എന്നാലും എനിക്കിത് മാറ്റാൻ പറ്റില്ല. ഞാൻ ചായ ഒഴിക്കുന്ന സമയത്ത് ചോർച്ച ഇല്ലെങ്കിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ വീഴാറുണ്ട് കേട്ടോ. അപ്പൊ അത് കയ്യോടെ തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെയാണേ പണി. നീ എത്ര മെഷീൻ ചായ കുടിച്ചെന്ന് പറഞ്ഞാലും വീട്ടിൽ വന്നിട്ട് ഞാൻ ഇടുന്ന ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. ഇന്നാണെങ്കിൽ കുഞ്ഞി കുറെ മത്തിയാണ് കേട്ടോ കിട്ടിയത്. അരമണിക്കൂറെങ്കിലും എടുത്ത് കണ്ടോ ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അത് പിന്നെ കറി വെക്കാനും വറക്കാനും കൂടെ ആയിട്ട് അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിലും മീൻ വരയുന്ന സമയത്ത് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ വരഞ്ഞെടുക്കും കേട്ടോ. എല്ലാവരും ചോദിക്കും എന്തിനാ അങ്ങനെ വരയണെന്ന്. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനായിട്ടാണ് ഞാൻ അങ്ങനെ വരയുന്നത്. പിന്നെ കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടോ കറിവേപ്പിലേക്ക് ഒടിച്ചുകൊണ്ട് വന്നിട്ടത്. ഒരു കറി വെക്കാണ്ട് ഞാൻ 50 പാത്രം എടുക്കുക. അത് ഞാൻ തന്നെ പിന്നെ ക്ലീൻ ആക്കി വെക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഇന്ന് വെറൈറ്റി ആയിട്ടാട്ടോ ഞാൻ മീൻകറി വെച്ചത്. എന്നും ഞാനാണെങ്കിൽ തേങ്ങാക്കറി അരച്ചങ്ങ് വെക്കത്തേ ഉള്ളൂ. ഇന്ന് കടുകൊക്കെ പൊട്ടിച്ചാട്ടോ ഞാൻ ഇട്ടത്. അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിളിന്റെ വീഡിയോ എടുത്ത് എപ്പോഴും കഴുകണമെന്ന് ഞാൻ വിചാരിക്കുക. പക്ഷെ എനിക്കത് നടക്കാറില്ല. പിന്നെ ഞാൻ തുടച്ച് അങ്ങ് എടുക്കുവേ. ഇതിൽ ചോറ് എവിടെ മീൻ മാത്രമേ ഉള്ളല്ലോ എന്ന് ചോദിക്കുന്നവർ, ഞാൻ ഒരു മീൻ കൊതിച്ചയാണ്. എത്ര മീൻ കിട്ടിയാലും ഏത് തരത്തിലുള്ള മീൻ കിട്ടിയാലും ഞാൻ നല്ലപോലെ ഇരുന്ന് തിന്നും കേട്ടോ. മീനൊക്കെ ആണെങ്കിൽ ചോറ് കഴിച്ചിട്ട് 2 ദിവസമായി കേട്ടോ. ഇന്നാണെങ്കിൽ രാവിലെ തൊട്ട് എനിക്ക് ഡ്യൂട്ടി ഇരുന്നപ്പോൾ എനിക്കങ്ങ് ചോറ് കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. പിന്നെ എങ്ങനെയും വൈകിട്ട് വീട്ടിൽ വരണം എന്നൊരു ഒറ്റ ആശ മാത്രമേ ഉള്ളായതുകൊണ്ട് എനിക്കിന്ന് ഞാനാണെങ്കിൽ കൊതി തിരുവോളം ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്.